സ്തുതിക്കുന്ന കർത്താവ് ഹല്ലേലൂയ. പലയിടങ്ങളിലായിരിക്കുന്ന അടിയങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ഗുണം നീ നൽകി തന്ന അത് സാവകാശത്തിനായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പഠിക്കുന്ന കാര്യങ്ങളൊക്കെയും അടിയങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴ്ത്തി എഴുതി അടിയങ്ങൾ ആത്മീകമായി ജീപ്പാന്റെ ഗുണം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദുഷ്ടതയേറിയ ലോകത്തിൽ ജീപ്പാൻ ആവശ്യമായ കൃപ നീ അടിയങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന ഓരോ നിന്റെ കർത്താവെ ഹല്ലേലൂയ സ്റ്റുഡൻസിനെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കുന്ന അധ്യാപകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പഠിക്കുവാനുള്ള കൃപ ധാരാളമായി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ ധന്യനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിശുദ്ധന്മാർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിന് നേരിടേണ്ടി വന്ന 7 ന്യായവിധികൾ സംബന്ധിച്ച്, യേശു ക്രൂശുമരണം വഹിക്കുന്നതിന് മുമ്പ് നേരിടേണ്ടി വന്ന 7 ന്യായവിധികൾ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ പോർഷൻ ചിന്തിച്ചതായിരുന്നല്ലോ, അല്ലേ? 6 വരെയല്ലേ സാർ പറഞ്ഞത്? 6. അതിലെ പീലാത്തോസിന്റെ മുൻപാകെ 3 തവണ വിധി പ്രഖ്യാപിക്കപ്പെട്ടു. ഒരു തവണ പീലാത്തോസ് ഹെരോദാവിന്റെ അടുക്കിലേക്ക് അയക്കുന്നു. പിന്നീട് മടങ്ങി വന്നിട്ട് വീണ്ടും പീലാത്തോസ് അവനിൽ കുറ്റമില്ലെന്ന് പറയുന്നു. വീണ്ടും ഒരു തവണയും കൂടെ അടിപ്പിച്ചതിന് ശേഷം വീണ്ടും യേശുവിനെ വിചാരണ ചെയ്യുന്നു. നമുക്ക് ഈ 7 പ്രിയം കൂടുതലുള്ളത് കൊണ്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് 5 കോടതിയിൽ 7 തവണ വിചാരണ ചെയ്തു എന്നൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. വേണമെങ്കിൽ അത് 6 തവണ എന്ന് പറഞ്ഞാലും തെറ്റാകുകയില്ല. പിന്നെ പീലാത്തോസിന്റെ മുൻപാകെ 2ാം തവണ വരുമ്പോൾ 2 തവണ പീലാത്തോസ് വിധിപ്രഖ്യാപനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരാൾ ഒരിക്കൽ പറയുന്നത് 7 കോടതിയിൽ 5 തവണ വിചാരണ ചെയ്തു എന്ന് വരെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏതായാലും അങ്ങനെയല്ല, 5 കോടതിയിൽ 7 തവണ വിചാരണ ചെയ്യപ്പെട്ടു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. യേശുവിന്റെ ക്രൂശിന്റെ മുകളിൽ എഴുതി വെച്ചിരുന്നത് നമ്മൾ ഇന്ന് പല ക്രൂശിത രൂപത്തിന്റെ മുകളിൽ കാണാറുണ്ട്. INRI, ലാറ്റിൻ യേസുസ് നസ്രേനുസ് റെക്സ് യൂദേയോറും, ജീസസ് ദ നസ്രേൻ, കിങ് ഓഫ് ദി ജ്യൂസ്, നസ്രേനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നർത്ഥമുള്ളത്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. നിയമവിരുദ്ധമായ ന്യായവിസ്താരം. യേശുവിനെ വിചാരണ ചെയ്തപ്പോൾ നിരവധി നിയമലംഘനങ്ങൾ നടക്കുകയുണ്ടായി. ന്യായമായല്ല വിധിക്കപ്പെട്ടത്. ഒന്നാമത്, അവരുടെ ബേത്സ 5-ാം അധ്യായം 2-ാമത്തെ പോയിന്റ് ഇങ്ങനെ പറയുന്നുണ്ട്: നോ കോർട്ട് ഷാൽ സിറ്റ് ഓർ ഹോൾ ഹിയറിംഗ് ഓൺ ദി ഈവ് ഓഫ് ശബത്ത് ഓർ ഓൺ ശബത്ത് ഡേ ഓർ ഓൺ എനി അതർ ഹോളിഡേ. ശബത്തിന്റെ തലേന്നാളോ ശബത്തിലോ വിശുദ്ധ ദിവസങ്ങളിലോ കോടതി കൂടി വരുവാനോ വിസ്താരം നടത്തുവാനോ പാടില്ല. ബേത്സ എന്ന് പറയുന്നത് വിശുദ്ധ ദിവസങ്ങളിലും ഉത്സവ ദിവസങ്ങളിലും അനുവദനീയമായതും അനുവദനീയമല്ലാത്തതുമായ തൊഴിലുകൾ സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു നിയമപുസ്തകമാണ്. വിശുദ്ധ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും അനുവദനീയമായതും അനുവദനീയമല്ലാത്തതുമായ തൊഴിലുകൾ സംബന്ധിച്ച് ഏതൊക്കെ തൊഴിൽ ചെയ്യാം, ഏതൊക്കെ ചെയ്തുകൂടാ എന്നുള്ള നിയന്ത്രണങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു നിയമപുസ്തകമാണ് ബേത്സ. ആ ബേത്സയിൽ പറയുന്നതനുസരിച്ച് അതിന്റെ 5-ാം അധ്യായം 2-ാമത്തെ പോയിന്റ് നിയമം പറയുന്ന ഇതാണ്: ശബത്തിന്റെ തലേന്നാളോ ശബത്തിലോ വിശുദ്ധ ദിവസങ്ങളിലോ കോടതി കൂടുവരുവാനോ വിസ്താരം നടത്തുവാനോ പാടില്ല. എന്നാൽ യേശുവിനെ വിചാരണ ചെയ്തപ്പോൾ ശബത്തിന്റെ തലേ ദിവസം വിചാരണ നടത്തിക്കൊണ്ട് ആ നിയമത്തിന്റെ ലംഘനം നടത്തി. 2-ാമത്തെ പോയിന്റ്: do not execute judgments on the eve of Sabbath or on the days of the feast. ശബത്തിന്റെ തലേന്നാളോ പെരുന്നാളിന്റെ ദിവസങ്ങളിലോ
ന്യായവിധി നടപ്പാക്കരുത്. ന്യായവിധി നടപ്പാക്കരുത്. ആ നിയമം അവർ ലംഘിച്ചു. മൂന്നാമത്, the night trial was against Jewish law. രാത്രി ന്യായവിസ്താരം യഹൂദ നിയമങ്ങൾക്ക് എതിരായിരുന്നു. രാത്രിയിൽ ന്യായവിസ്താരം നടത്തുന്നത് യഹൂദ നിയമങ്ങൾക്ക് എതിരായിരുന്നു, നിയമങ്ങളുടെ ലംഘനമായിരുന്നു. 4, only God is the sole judge. Therefore, humans do not have authority to be the sole judge. ഏക ന്യായാധിപൻ ദൈവം മാത്രമാകുന്നു. അതുകൊണ്ട് ഏക ന്യായാധിപനായിരിക്കാൻ മനുഷ്യർക്ക് അധികാരമില്ല. യഹൂദന്മാരുടെ നിയമം അങ്ങനെ അവരെ പഠിപ്പിക്കുന്നു. ആ നിയമത്തിന്റെയും ലംഘനം നടക്കുകയുണ്ടായി. 5, the Sanhedrin should not meet before the morning sacrifice and after the evening sacrifice. രാവിലെ യാഗത്തിന് മുൻപും സന്ധ്യായാഗത്തിന് ശേഷവും ന്യായാധിപ സംഘം കൂടി വരുവാൻ പാടില്ല. സന്നദ്ധ സംഘം എന്ന് പറയുന്നത് മലയാളം ബൈബിളില് അതിനെയാണ് ന്യായാധിപ സംഘം എന്ന് പറയുന്നത്. ഞാൻ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. 71 പേരിന് മഹാപുരോഹിതൻ അധ്യക്ഷനായുള്ള 71 പേരുടെ ഒരു ന്യായാധിപ സംഘമായിരുന്നു സന്നദ്ധ സംഘം എന്ന് പറയുന്നത്. ഇവിടെ രാവിലെ യാഗത്തിന് മുൻപ് യേശുവിനെ വിചാരണ ചെയ്തു. അങ്ങനെ ആ നിയമത്തിന്റെയും ലംഘനം നടത്തി. 6, the judgment should not be pronounced and the execution should not be carried out on the same day as the hearing. വിസ്താര ദിവസം വിധി പറയുകയും വധശിക്ഷ നടപ്പാക്കുകയും ചെയ്യരുത്. വിസ്താര ദിവസം വിധി പറയുകയും വധശിക്ഷ നടപ്പാക്കുകയും ചെയ്യരുത്. യേശുവിനെ വിചാരണ ചെയ്തപ്പോൾ ആ നിയമത്തിന്റെയും ലംഘനം നടക്കുകയുണ്ടായി. 7, a verdict of guilt should not be reached based on the defendant's testimony alone. കുറ്റാരോപിതന്റെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ശിക്ഷ വിധിക്കുവാൻ പാടില്ല. സാക്ഷികൾ ഉണ്ടായിരിക്കണം. യേശുവിനോട് ചോദിക്കുന്നു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് പീലാത്തോസ് ചോദിക്കുന്നു. നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് കയ്യഫാസ് ചോദിക്കുന്നു. അവിടെയെല്ലാം താൻ ആകുന്നുവെന്നുള്ള യേശുവിന്റെ പ്രസ്താവനയ്ക്ക് അത് കേട്ടുകൊണ്ട് വിധി പ്രസ്താവം നടത്തുകയാണ്. തന്റെ സുവിശേഷം 26-ാം അധ്യായത്തിലാണ് നാം കാണുന്നത്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട് ഞാനാകുന്നു. ഇത് പറയുമ്പോൾ കയ്യഫാസ് പറയുകയാണ്, ഞാനാകുന്നു, ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് വിധി പ്രസ്താവം നടത്തുകയാണ്. അപ്പൊ കുറ്റാരോപിതന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ശിക്ഷാവിധി നടത്തുകയാണ്. 8, judge was persuaded by pressure tactics to hand over the one whom the judge judged righteous to be killed. ജഡ്ജ് ന്യായാധിപൻ നീതിമാനെന്ന് വിധി എഴുതിയവനെ കൊല ചെയ്യുവാൻ ഏൽപ്പിച്ചു തരേണ്ടതിന് ന്യായാധിപനെ സമ്മർദ്ദ തന്ത്രങ്ങളാൽ സമ്മതിപ്പിച്ചു. ഇങ്ങനെ യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന നിരവധി നിയമങ്ങളുടെ അല്ലെങ്കിൽ നിയമങ്ങളെ അവഗണിച്ചുകൊണ്ട് യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നു. നീതിമാനെന്ന് ന്യായാധിപൻ വിധി എഴുതിയവനെ കൊല ചെയ്യുവാൻ ഏൽപ്പിച്ചു തരേണ്ടതിന്
ന്യായാധിപനെ സമ്മർദ്ദ തന്ത്രങ്ങളാൽ സമ്മതിപ്പിച്ചു. നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുന്നവർക്ക് വേണ്ടി ഞാൻ അടുത്ത സ്ലൈഡ് കാണിക്കാം. ഇംഗ്ലീഷിൽ അത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇംഗ്ലീഷിൽ എഴുതുന്നവർക്ക് അതെടുക്കാവുന്നതാണ്. മലയാളത്തിലുള്ളത് എല്ലാവരും എഴുതി കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞോ? ആരെങ്കിലും ഇനിയും എഴുതാനുണ്ടോ? ആരെങ്കിലും മലയാളത്തിലുള്ള ആ പോയിന്റ്സ് ഞാൻ കാണിച്ചത് എഴുതാനുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ബാക്ക് എടുക്കാം. എഴുതി, എല്ലാവരും എഴുതി. ഇതും കൂടെ എല്ലാം എഴുതാൻ പറ്റൂല, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലേ പറ്റൂ, പിന്നെ എഴുതാൻ പറ്റൂ. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചല്ലോ എല്ലാം. 8 പോയിന്റ് എടുത്തു വെച്ചോ? ഓക്കെ. അതിന്റെ അൺലോഫുൾ ട്രയൽ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. അത് നോട്ടീസ് ചെയ്യുക, വേണ്ടവർക്ക് അത് നോട്ടീസ് ചെയ്യുക. നമ്മള് അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. യേശുവിന്റെ ക്രൂശീകരണം, ദ ക്രൂസിഫിക്ഷൻ ഓഫ് ജീസസ്. യേശുവിന്റെ ക്രൂശീകരണം. യേശുവിന്റെ കഷ്ടാനുഭവം സംബന്ധിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ക്രൂശീകരണത്തെ പറ്റി ചുരുക്കമായിട്ട് വിവരിച്ചിരുന്നതാണ്. യേശുവിന്റെ മരണം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വിവരിച്ചതാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ചിലരെങ്കിലും അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ക്രൂശ് മരണത്തിന്റെ ആത്മീയ അർത്ഥം എന്താകുന്നുവെന്ന് തിരുവെഴുത്തുകളെ ആധാരമാക്കി ചിന്തിച്ചിരുന്നു. ഒന്ന്, ദൈവകോപം ശമിപ്പിക്കുവാൻ, ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്ത മനുഷ്യരുടെ മേൽ ദൈവത്തിന്റെ കോപം, ആ കോപം ശമിപ്പിക്കുവാൻ യേശു പ്രായശ്ചിത്തയാഗമായി അർപ്പിക്കപ്പെട്ടു. പ്രൊപ്പീഷിയേഷൻ, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തയാഗമായി അർപ്പിക്കപ്പെട്ടു. രണ്ടാമത് നമ്മൾ പറഞ്ഞു, സ്വന്തം മരണത്താൽ നമ്മുടെ മരണം നീങ്ങിപ്പോകേണ്ടതിന് യേശു നമുക്ക് പകരമായി മരണശിക്ഷ ഏറ്റുവാങ്ങി. തന്റെ മരണത്താൽ നമ്മുടെ മരണം നീങ്ങിപ്പോകേണ്ടതിന് യേശു നമുക്ക് പകരമായി മരണശിക്ഷ ഏറ്റുവാങ്ങി. എഫെസ്യർ 2:13 പറയുന്നു, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളെ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരാക്കിയിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് അകന്ന ദൂരസ്ഥരായിരുന്ന നമ്മെ ദൈവത്തോട് സമീപസ്ഥരാക്കുവാൻ യേശു തന്റെ രക്തത്താൽ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ യേശു മറുവിലയായി തന്റെ രക്തം ചൊരിഞ്ഞു. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചതാണ്. യേശുവിന്റെ ക്രൂശീകരണം എപ്രകാരം സംഭവിച്ചുവെന്ന് സുവിശേഷങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ലളിതമായി പ്രതിപാദിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. 4 സുവിശേഷങ്ങളിലും ക്രൂശീകരണം സംബന്ധിച്ചുള്ള വിവരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ റെഫറൻസ് സ്ക്രീനിൽ കാണാം. മത്തായി 27:1 മുതൽ 56 വരെ, മർക്കോസ് 15:1 മുതൽ 41 വരെ, ലൂക്കോസ് 23:1 മുതൽ 49 വരെ, യോഹന്നാൻ 19:1 മുതൽ 30 വരെ. വിവിധ കോടതികളിൽ യേശുവിനെ അന്യായമായി വിചാരണ ചെയ്തു. ഏറ്റവും ഒടുവിൽ റോമൻ ഗവർണറും ന്യായാധിപനുമായിരുന്ന പീലാത്തോസ് യേശുവിനെ വിചാരണ ചെയ്തിട്ട് യേശുവിൽ ഒരു കുറ്റവും കാണുന്നില്ല, അവൻ നീതിമാനാകുന്നു എന്ന് വിധിച്ചു.
എന്നാൽ മഹാപുരോഹിതന്മാരും യഹൂദന്മാരുടെ മൂപ്പന്മാരും യേശുവിനെ ക്രൂശിക്കുവാനായി ഏൽപ്പിച്ചു തരുവാൻ പിലാത്തോസിനെ ഭീഷണിപ്പെടുത്തി. പിലാത്തോസിനോട് എന്നു അവൻ രാജാവാന്ന് പറയുന്നു, അവൻ കൈസർക്കെതിരെ ശബ്ദമുയർത്തുകയാണ്, അവനെ വിട്ടുകഴിഞ്ഞാൽ നീ കൈസറുടെ സ്നേഹിതനാ അല്ല എന്ന് വരും. അങ്ങനെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് യേശുവിനെ ക്രൂശിക്കുവാനായി കൽപ്പന വാങ്ങി. തുടർന്ന് നാടുവാഴിയുടെ പടയാളികൾ യേശുവിന്റെ വസ്ത്രം അഴിച്ചു, ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ടൊരു കിരീടം മടഞ്ഞ് യേശുവിന്റെ തലയിൽ വെച്ചു. വലങ്കയിൽ ഒരു കോല് കൊടുത്തു. അവർ പരിഹസിച്ച് മുൻപിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു. പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ ഗോൽഗത്തായിലേക്ക് കൊണ്ടുപോയി. ഗോൽഗോത്ത എന്ന പദം നാമം അരമായിക്കാണ്. അരമായിക് ഭാഷയിൽ ഗോൽഗോത്ത എന്ന വാക്കിന് തലയോടിടം എന്നാണ് അർത്ഥം. തലയോടിടം, തലയോടുകളുടെ സ്കൾ, ദ പ്ലേസ് ഓഫ് ദ സ്കൾ, ദ പ്ലേസ് ഓഫ് ദ സ്കൾ, തലയോട്ടിയുടെ സ്ഥലം. തലയോടിടം എന്ന് മലയാളം ബൈബിളിൽ കൊടുത്തിരിക്കുന്നു. തലയോട്ടിയുടെ സ്ഥലം, ദ പ്ലേസ് ഓഫ് ദ സ്കൾ എന്നാണ് ഗോൽഗോത്ത എന്ന വാക്കിന്റെ അർത്ഥം. ആ പേരിന്റെ കാരണം ഒന്നുകിൽ ആ സ്ഥലം തലയോട്ടിയുടെ രൂപത്തിൽ ഉള്ള ഒരു കുന്നായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ക്രൂശിക്കപ്പെട്ടിട്ടുള്ള നിരവധി പേരുടെ തലയോട്ടികൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നിരിക്കാം. തലയോട്ടികൾ കിടക്കുന്ന സ്ഥലമായിരിക്കാം. എനിവേ, ഗോൽഗോത്ത എന്ന അരമായി നാമമുള്ള ആ സ്ഥലത്താണ് യേശുവിനെ ക്രൂശിൽ തറച്ചത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറയുന്നത്, യേശു തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് തലയോടിടമെന്ന സ്ഥലത്തേക്ക് പോയി എന്നാണ്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ കുറെ കൂടെ വിശദമായി പറയുമ്പോൾ കുറേനക്കാരനായ ശിമോൻ യേശുവിന് വേണ്ടി ക്രൂശ് വഹിച്ചതായിട്ട് പരാമർശിക്കുന്നുണ്ട്. കുറേനക്കാരനായ ശിമോൻ. യേശു തീരെ അവശനായിരുന്നതുകൊണ്ട് ക്രൂശിക്കുവാനുള്ള മരക്കഷ്ണങ്ങൾ അത് മുഴുവനായി ചുമക്കുവാൻ തനിക്ക് കഴിയാതിരുന്നപ്പോൾ വേഗത്തിൽ അവനെ ക്രൂശിക്കുവാൻ വെമ്പൽ കൊണ്ടിട്ടാകും പടയാളികൾ ശിമോനോട് ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചത് എന്ന് കരുതാം. കാരണം തലേ ദിവസം നിങ്ങളെ കാണുന്നത് പോലെയുള്ള ലോഹ കഷ്ണങ്ങളും മറ്റും ചേർത്ത് ഘടിപ്പിച്ച, മുള്ളുകൾ ഘടിപ്പിച്ച ചാട്ടവാർ കൊണ്ട് അടിച്ച ഉഴവചാല് പോലെ കീറപ്പെട്ടവനായിരുന്ന, അവശനായിരുന്ന യേശുവിനെ ആ ക്രൂശ് വഹിച്ചുകൊണ്ട് നടക്കുവാൻ ബുദ്ധിമുട്ടുന്നു എന്ന് കണ്ടപ്പോൾ കുറേനക്കാരനായ ശിമോനോട് ആ ക്രൂശ് ചുമക്കുവാനായിട്ട് പടയാളികൾ നിർബന്ധിച്ചു. യേശുവിനെ ക്രൂശിക്കുവാനായി കൊണ്ടുപോകുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം യേശുവിനെ അനുഗമിച്ചു. അനേകം സ്ത്രീകൾ അവനെ കുറിച്ച് കരഞ്ഞു. നമ്മളിങ്ങനെ വായിക്കുന്നു, തലയോടിടമെന്ന അർത്ഥമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു. അത് രുചിച്ചു നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല. മർക്കോസ് 15:23 മത്തായി 27:34 അത് കാണുന്നു. മർക്കോസ് 15:23,
മത്തായി 27:34 അവിടെ പറയുന്നു, കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അത് രുചിച്ചു നോക്കിയാറേ അവന് കുടിപ്പാൻ മനസ്സില്ല എന്ന് പറയുന്നുണ്ട്. ആ കാലത്ത് കുറ്റവാളികളെ കുരിശിൽ തറയ്ക്കുന്നതിന് മുൻപ് അവർക്ക് വേദന അധികമായി തോന്നാതിരിപ്പാൻ വേദനാസംഹാരികളായി ചില മയക്കുമരുന്നുകൾ കലർത്തിയ വീഞ്ഞ് നൽകുന്നത് പതിവായിരുന്നു. കണ്ടുവന്ന കലർത്തിയ വീഞ്ഞ് എന്ന് പറയുന്ന അതാണ്. വേദനാസംഹാരിയായി ചില മയക്കുമരുന്നുകൾ കലർത്തിയ വീഞ്ഞ് നൽകുന്നത് ആ കാലത്ത് പതിവായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള വേദനാസംഹാരി തനിക്ക് തന്നപ്പോൾ യേശു ആ പാനീയം തിരസ്കരിച്ചു. യേശു അത് കുടിച്ചില്ല. കാരണം പൂർണ്ണ ബോധവാനായിരുന്നു കൊണ്ട് ക്രൂശ് മരണത്തിന്റെ വേദന പൂർണ്ണമായി അനുഭവിക്കുവാൻ യേശു ഇച്ഛിച്ചു. എന്നാൽ മറ്റൊരു ഭാഗത്ത് നാം കാണുന്നുണ്ട്, ക്രൂശിതനായി കിടന്നപ്പോൾ പുളിച്ച വീഞ്ഞ് അവർ യേശുവിന് കൊടുത്തതായി കാണുന്നു. യോഹന്നാൻ 19:29-30 വാക്യങ്ങളും മത്തായി 27:48 യോഹന്നാൻ 19:29-30 മത്തായി 27:48 അവിടെ പുളിച്ച വീഞ്ഞ് യേശുവിന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. 69-ാം സങ്കീർത്തനത്തിന്റെ 21-ാം വാക്യം അതിന്റെ പ്രവചനമായി കാണുവാൻ സാധിക്കുന്നതാണ്. 69-ാം സങ്കീർത്തനത്തിന്റെ 21-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. അങ്ങനെ അവിടെ പറയുന്നുണ്ട്. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം ടെറ്റലസ്റ്റായി, നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. ക്രൂശിൽ തളർന്നു കിടക്കുന്ന വ്യക്തിക്ക് അല്പം ചൈതന്യം ലഭിച്ചിട്ട് അവൻ കുറെ നേരം കൂടെ യാതന സഹിക്കുന്നത് കാണുവാൻ ഇച്ഛിച്ചിട്ടാണ് പുളിച്ച വീഞ്ഞ് നൽകിയിരുന്നത്. യേശു അവർ നൽകിയ പുളിച്ച വീഞ്ഞ് കുടിച്ച് അധികം വൈകാതെ പ്രാണനെ വിട്ടു. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കും, ഒരിടത്ത് പറയുന്നു കണ്ടുവെണ്ണ കലർത്തിയ വീഞ്ഞ് കൊടുത്ത് അവൻ കുടിച്ചില്ല എന്ന് പറയുന്നു, ഒരിടത്ത് പറഞ്ഞു പുളിച്ച വീഞ്ഞ് കൊടുത്ത് കുടിച്ചു എന്ന് പറയുന്നു. രണ്ടും രണ്ട് സംഭവങ്ങളാണ്. അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് രണ്ടും പ്രത്യേകമായി പറഞ്ഞത്. ഒന്ന്, ഒരു മയക്കുമരുന്ന് കലർത്തിയ വേദന സംഹാരിയായിരുന്നു, അത് യേശു സ്വീകരിച്ചില്ല. രണ്ടാമത് പുളിച്ച വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു, അത് കുടിച്ച ശേഷം യേശു മരിച്ചു. അത് രണ്ടാമത് നടക്കുന്ന മറ്റൊരു സംഭവമാണ്. റോമ പടയാളികൾ യേശുവിനെ മരക്കുരിശോട് ചേർത്ത് വെച്ച് അവന്റെ കൈകളിലും കാലുകളിലും കൂർത്ത ആണികൾ അടിച്ചു കയറ്റി. യേശുവിനെ ക്രൂശിൽ തറച്ച ശേഷം അവർ യേശുവിന്റെ വസ്ത്രങ്ങൾക്കായി ചീട്ടിട്ടു. 22-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന 22-ാം സങ്കീർത്തനം ഒരു മെസ്സിയാനിക് സാമാണ്, മെഷിഹിക സങ്കീർത്തനമാണ്. അതിന്റെ 17-18 വാക്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എന്റെ അസ്ഥികളൊക്കെ എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു, എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, ദാവീദ് ജീവിച്ചിരുന്നത് ദാവീദിന്റെ ഭരണകാലം BC 1010 മുതൽ 970 വരെയുള്ള കാലഘട്ടമാണ്. 40 വർഷമാണ് ദാവീദ് ഇസ്രായേലിന്റെ രാജാവായിരുന്നത്. അപ്പം BC 1000-നടുത്താണ് ദാവീദിന്റെ ഭരണകാലം, ജീവിതകാലം എന്ന് പറയുന്നത്. ക്രൂശിൽ തറച്ച്, കൈകളും കാലുകളും തറച്ച് ഒരുത്തന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്ന രീതി BC 5-ാം നൂറ്റാണ്ടിൽ മാത്രം നോർത്ത് ആഫ്രിക്കൻസ്, കാർത്തേജിയൻസ് അവരാണ് ആ ശിക്ഷാവിധി ആദ്യമായി നടപ്പിലാക്കിയത് ചരിത്രം പറയുന്നത്. പിന്നീട് പേർഷ്യക്കാരും റോമാക്കാരും ഒക്കെ കിരാതമായ
പ്രാകൃതമായ നിന്ദ്യമായ ആ ശിക്ഷാരീതി നടപ്പിലാക്കിയതായി കാണുന്നുണ്ട്. അപ്പോൾ ദാവീദ് ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ശിക്ഷാവിധി ലോകത്തെങ്ങും നടപ്പിലാക്കി കാണുന്നില്ല. എന്നാൽ പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ എഴുതി, അവൻ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. അതേ ആ പ്രവചനത്തിന്റെ നിവൃത്തിയായി യേശു മൂന്നാണിയിൽ തൂങ്ങപ്പെട്ടവനായ ക്രൂശിൽ കിടന്നു. ക്രൂശിൽ വേദന അനുഭവിക്കുമ്പോഴും തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവർക്ക് വേണ്ടി, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പ്രാർത്ഥിക്കുന്നതായി കാണുന്നു. ലൂക്കോസ് 23:34. പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പ്രാർത്ഥിക്കുന്നതായി കാണുന്നു. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ മർക്കോസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കടന്നു പോകുന്നവർ തലകുലുക്കിക്കൊണ്ട് മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു അവനെ ദുഷിച്ചു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും അവനെ പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ വഹിയ. നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു. അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു. നോക്കൂ, ഇതും 22-ാം സങ്കീർത്തനത്തിന്റെ 7-8 വാക്യങ്ങളിൽ പ്രവാചകനായ ദാവീദ് എഴുതിയിട്ടുണ്ട്. എന്നെ കാണുന്നവരൊക്കെ എന്നെ പരിഹസിക്കുന്നു, അവർ അതരം മലർത്തി തല ഉലക്കുന്നു. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്ക, അവനവനെ രക്ഷിക്കട്ടെ, അവനവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. ആ പ്രവചനത്തിന്റെ നിവൃത്തിയായിരുന്നു. യേശു ക്രൂശിൽ കിടന്നപ്പോൾ വഴിപോക്കർ അവനെ നിന്ദിച്ച് പരിഹസിച്ച് ദുഷിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 44-46 വാക്യങ്ങൾ, ലൂക്കോസ് 23:44 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ, ലൂക്ക് 23:44-46. ഏകദേശം 6-ാം മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടു പോയിട്ട് 9-ാം മണി വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചീന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഏകദേശം 6-ാം മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9-ാം മണി വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. രാവിലെ 6 മണി മുതൽ തുടങ്ങുന്ന യഹൂദന്മാരുടെ ഘടികാരത്തിൽ 6-ാം മണി എന്ന് പറയുന്നത് നമ്മുടെ മധ്യാഹ്നം 12 മണിയാണ്. 6-ാം മണി. അങ്ങനെ ആകുമ്പോൾ 9-ാം മണി എന്ന് പറയുന്നത് എത്ര മണിയാണ്? ആറാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തൊക്കെ അന്ധകാരമുണ്ടായി. 6-ാം മണി എന്ന് പറയുന്നത് നമ്മുടെ 12-ാം മണിയാണ്. ഉച്ചയ്ക്ക് 12 മണിയാണ്, മധ്യാഹ്നം 12 മണിയാണ്. 9-ാം മണി വരെ എന്ന് പറയുമ്പോൾ എത്ര മണിക്കാണ്? എത്ര മണി വരെ? 3 മണി. അപ്പോൾ 12 മണി തുടങ്ങി 3 മണി വരെയുള്ള നേരം സൂര്യൻ ഇരുണ്ടു പോയിട്ട് യെരുശലേമിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെയും അന്ധകാരമുണ്ടായി എന്നാണ് അവിടെ പറയുന്നത്. യേശു ക്രൂശിൽ കിടന്നപ്പോൾ സംഭവിച്ചതായ തികച്ചും അസ്വാഭാവികമായ ഒരു സംഭവമായിരുന്നു അത്. നട്ടുച്ചയ്ക്ക് ഘോരമായ അന്ധകാരം. അന്ധകാരം ദൈവിക ന്യായവിധിയുടെ ഒരു അടയാളമായി കരുതാം. മുഴുവൻ ലോകത്തിന്റെയും പാപഭാരം യേശുവിന്റെ മേൽ ചുമത്തിക്കൊണ്ട് ദൈവത്തിന്റെ നീതി നിവൃത്തിയായ സന്ദർഭമായിരുന്നു യേശുവിന്റെ ക്രൂശ് മരണ വേള. മറ്റൊരു അസ്വാഭാവിക സംഭവം അതോടുകൂടെ ഉണ്ടായി. അത് ഞാൻ മുൻപേ വായിച്ചു. എന്തായിരുന്നു? ലൂക്കോസിന്റെ സുവിശേഷം 23:44-46 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ പറഞ്ഞ മറ്റൊരു അസ്വാഭാവിക സംഭവം. വിജയം ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചീന്തിപ്പോയി.
മത്തായി മർക്കോസും ആ സംഭവം വിവരിക്കുമ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ടടിയോളം രണ്ടായി ചിന്തിപ്പോയി എന്ന് എഴുതിയിരിക്കുന്നു. വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. മേൽ തൊട്ട്, വെറുതെ കീറിപ്പോയെന്ന് അങ്ങ് എഴുതുകയല്ല, മേൽ തൊട്ടടിയോളം രണ്ടായി ചിന്തിപ്പോയി. അതായത് ദൈവം തന്നെ ആ തിരശ്ശീലയെ മാറ്റിക്കളയുകയാണ്. ആ തിരശ്ശീല ദൈവ സാന്നിധ്യത്തിൽ നിന്നും സാമാന്യ ജനത്തെ വേർതിരിക്കുന്നതായി ദൈവാലയത്തിലെ വിശുദ്ധ സ്ഥലത്തെയും പ്രാകാരത്തെയും വേർതിരിച്ചിരുന്നു. തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് പോകുവാൻ മഹാപുരോഹിതന് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. തിരശ്ശീലയ്ക്കിപ്പുറമാണ് സാമാന്യ ജനം. എന്നാൽ യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്തയാഗം നിവൃത്തിയായപ്പോൾ വേർപാടിന്റെ തിരശ്ശീല മേൽ തൊട്ടടിയോളം രണ്ടായി ചിന്തിപ്പോയി. വളരെ കട്ടിയുള്ള നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത തിരശ്ശീല മനുഷ്യരാലല്ല, ദൈവത്താൽ തന്നെ ചിന്തപ്പെട്ടു. നമ്മൾ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, എബ്രായർ 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുവാൻ യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രദർശിച്ച ജീവനുള്ള പുതുവഴിയായി. 4:16-ലും 10:19 ആ രണ്ട് വാക്യങ്ങൾ നമ്മൾ ആ ഭാഗം ഇങ്ങനെ കാണുന്നുണ്ട്. എബ്രായർ 4:16, 10:19. യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് ഐ ആം ദ വേ എന്ന് പറഞ്ഞവൻ, ഞാൻ തന്നെ വഴിയാകുന്നു എന്ന് പറഞ്ഞവൻ, നമുക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാനുള്ള വഴിയായി തീർന്നു. ലേഖനത്തിലെ പദങ്ങളൊക്കെ വിവരിച്ചു പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ തന്നെ ഇത്രയും നിർത്തി പറഞ്ഞിട്ട് സ്പീഡിൽ പോകുന്ന ചിലരുടെയൊക്കെ പരാതി. എനിക്കറിയാം, ഒരു വാക്യം പറഞ്ഞിട്ട് 30 മിനിറ്റ് ആ വാക്യം തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാൻ. പക്ഷെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്നുള്ള ചിന്ത കൊണ്ട് കുറെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് പോകുന്നത്. ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന ചില സഹോദരന്മാർ യൂട്യൂബിൽ ഇടുന്ന ഞാൻ കാണുന്നുണ്ട്. ഇതിൽ സ്പീഡിൽ കുറച്ച് പോകുക എന്ന് പറഞ്ഞാൽ നമ്മളെ നഴ്സറി സ്റ്റുഡൻസ് ഒന്നും അല്ല ഇവിടെ ഇരിക്കുന്നത്, LKG പഠിക്കുന്ന കുട്ടികളല്ല. ഇതിൽ കൂടുതലും പതുക്കെ പോയിട്ട് കാര്യമില്ല. നമ്മൾ പ്രായപൂർത്തിയായവര്, ദൈവനം പഠിക്കുന്നവരാണ്. വളരെ സാവധാനത്തിലാണ് പറഞ്ഞു പോകുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾക്കത് റെക്കോർഡ് ചെയ്യാം, വീണ്ടും കേൾക്കുക. പ്രലേഖനത്തിൽ പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എന്താണ് ആ ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്ന് പറയുവാൻ കാരണം? പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്തയാഗത്തിന് മുൻപ് തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് കടന്നു പോകുവാൻ ആണ്ടിലൊരിക്കൽ യോം കിപ്പൂർ എന്ന് പറയുന്ന 7-ാം മാസം 10-ാം തീയതി ഒരു ദിവസം ഒരവസരം മാത്രം ജനത്തിന്റെ മഹാപുരോഹിതന് മാത്രമേ അവസരമുണ്ടായിരുന്നുള്ളൂ. അവൻ അവിടേക്ക് കടന്നു പോകുന്നത് ഭയത്തോടും വിറയലോടും കൂടിയാണ് കടന്നു പോകുന്നത്. അവൻ അവിടേക്ക് കടന്നു പോകുന്നത് ഒരു കയ്യിൽ യാഗരക്തവും മറുകൈയിൽ ധൂപ കലശവുമായി പിടിച്ചുകൊണ്ട് വിറയലോടെ കടന്നു പോകുകയാണ്. അവന്റെ പാപങ്ങൾ പരിഹാരമായില്ല എങ്കിൽ അവൻ അവിടെ മരിച്ചു വീഴും. ഭയത്തോടെ കടന്നു പോവുകയാണ്. ഇവിടെ ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുവാൻ തൽസമയത്ത് ഏത് നേരത്തും നമുക്ക് ആവശ്യമുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും പിതാവിന്റെ സന്നിധിയോട് അടുത്ത് ചെല്ലുവാൻ യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് ഒരു ജീവനുള്ള പുതുവഴിയായി തീർന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 46 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചീത്തിപ്പോയി. ലൂക്കോസ് 23, ലൂക്ക് 23, 46-49. ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചീന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നുവെന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട്
ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ക്രൂശിക്കപ്പെടുവാൻ ഏൽപ്പിക്കുന്നതിന് മുൻപും ക്രൂശിൽ താൻ പ്രാണൻ വെടിയുമ്പോഴും അധികാരികൾ പറയുകയാണ് അവൻ നീതിമാനാണ്, വാസ്തവമായി നീതിമാനായിരുന്നു. 48-49 വാക്യങ്ങളിൽ കാണുവാൻ കൂടി വന്ന പുരുഷാരമൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. ആ സീൻ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. നട്ടുച്ചയ്ക്ക് ഭയങ്കരമായ അന്ധകാരം ഉണ്ടാകുന്നു. അപ്പോൾ കേൾക്കുന്നു, ഇതാ ദൈവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം കീറപ്പെട്ടിരിക്കുന്നു. അത് പറയുമ്പോൾ നമുക്കൊരു വലിയ അതിശയം തോന്നില്ല. എന്നാൽ 10 കുതിരകളെ കെട്ടി വലിച്ചാൽ പോലും കീറാത്തവണ്ണം ശക്തമായ നൂലുകൾ കൊണ്ട് നെയ്തിരുന്ന ആ തിരശ്ശീല 2 കീറപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ കൃപാസനത്തിന്റെ മുൻപിലേക്ക് സാമാന്യ ജനത്തിന് ദർശനം ലഭിക്കത്തക്കവണ്ണം യെരൂശലേം നാട്ടിൽ മുഴുവൻ വലിയ കോളിളക്കമുണ്ടായി. പുരുഷാരമൊക്കെ അത് കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. 49 വാക്യത്തിൽ പറയുന്നു, അവന്റെ പരിചയക്കാരെല്ലാവരും ഗലീലിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും ഇത് നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്നു. സ്ത്രീകൾ നോക്കിക്കൊണ്ട് ദൂരെ നിൽക്കുകയാണ്. ഇനി ചില സമയങ്ങൾ കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, യോഹന്നാൻ 19-14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, പുലർച്ചയ്ക്ക് ഏകദേശം 6 മണി നേരം യേശുവിനെ ക്രൂശിക്കേണ്ടതിന് പീലാത്തോസ് അവനെ യഹൂദന്മാരുടെ പക്കൽ ഏൽപ്പിച്ചു കൊടുത്തു. പുലർച്ചയ്ക്ക് ഏകദേശം 6 മണി നേരം. അത് എടുത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് യോഹന്നാൻ റോമൻ സമയമാണ് ഉപയോഗിച്ചിരുന്നത്. അത് നമ്മുടെ സമയം പോലെ രാവിലത്തെ 6 AM യോഹന്നാൻ അവിടെ പറയുന്നത്. നിങ്ങൾ അത് നോട്ട് ചെയ്യണം. യോഹന്നാൻ അവിടെ പറയുന്ന സമയം റോമൻ ഘടികാരത്തിന്റെ ആ സമയമായിരുന്നു. അത് നമ്മുടെ ഇന്നത്തെ മോഡേൺ ക്ലോക്കിന്റെ ആ ടൈം തന്നെയാണ്, രാവിലെ 6 മണി. അപ്പോ 6 മണി, രാവിലെ 6 മണി നേരം യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് പീലാത്തോസ് യഹൂദന്മാരുടെ പക്കൽ ഏൽപ്പിച്ചു കൊടുത്തു. അടുത്ത ഇത് മർക്കോസ് 15:25. മർക്കോസ് 15:25 നോട്ട് ചെയ്യണം. മർക്കോസ് 15:25 അവിടെ പറയുന്നു, 3 മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. 3 മണി. മർക്കോസ് ജൂയിഷ് ഘടികാരമാണ് പറയുന്നത്, ജൂയിഷ് ക്ലോക്ക് ആണ് പറയുന്നത്, യഹൂദന്മാരുടെ ക്ലോക്ക്. 3 മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. എത്ര മണിയാണ് നമ്മുടെ ക്ലോക്കിൽ? എത്ര മണിയാണ്? 9 o'clock. 9 o'clock. 3 മണി നേരം. 3 മണി നേരം. അപ്പം 6 മണിക്ക് ഏൽപ്പിച്ചു കൊടുത്തു, 9 മണിക്ക് ക്രൂശിച്ചു. ഇനി മർക്കോസ് 15:33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 33 മുതൽ 37 വരെ, 6 മണി നേരമായപ്പോൾ 9 മണി നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. താഴോട്ട് വായിക്കുമ്പോൾ യേശു ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു എന്ന് പറഞ്ഞാൽ 12 മുതൽ 3 വരെയുള്ള സമയം. അപ്പോൾ യേശു എത്ര നേരം കുരിശിൽ കടന്നു? 3 മണിക്കൂർ. ആലോചിച്ച് പറ. സോറി, 4 മണിക്കൂർ. ഇച്ചിരൂടെ പോരട്ടെ. 6 മണിക്കൂർ. 3 മണി നേരമായി 9 AM ക്രൂസിഫിക്ഷൻ. 9 AM കുരിശിൽ തറച്ചു. 9 മണി നേരത്തോളം, അതായത് 3 PM വരെ, 9 AM to 3 PM. ക്ലിയർ ആണല്ലോ? 6 മണിക്കൂർ. 6 മണിക്കൂർ നേരം. ഇനിയും നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുക യേശു എത്ര നേരം കുരിശിൽ കിടന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരമായിട്ട് പറയാൻ സാധിക്കണം. അപ്പൊ സമവീക്ഷണ സുവിശേഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഇതാണ് സമവീക്ഷണ സുവിശേഷങ്ങൾ അഥവാ സിനോപ്റ്റിക് ഗോസ്പൽസ്. അതിൽ യഹൂദന്മാരുടെ ഘടികാരത്തിന് പ്രകാരമാണ് സമയം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മർക്കോസ് പറയുന്ന സമയങ്ങൾ നമ്മുടെ 9 മണി നേരം മുതൽ ഉച്ചയ്ക്ക് ശേഷമുള്ള 3 മണി നേരം വരെയുള്ള സമയമാണ്. 9 മണി നേരം മുതൽ 3 മണി നേരം വരെ, അതായത് 6 മണിക്കൂർ നേരം കുരിശിൽ കഷ്ടം അനുഭവിച്ചതിന് ശേഷം യേശു തന്റെ പ്രാണനെ വിട്ടു. ഓക്കെ, അടുത്ത
ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. യേശുവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്, ഫിസിക്കൽ ബോഡി ഓഫ് ജീസസ് ഇസ് ബറീഡ്, ഭൗതിക ശരീരം അടക്കുന്നത് സംബന്ധിച്ച് 4 സുവിശേഷങ്ങളിലും യേശുവിന്റെ ഭൗതിക ശരീരം അടക്കുന്നത് സംബന്ധിച്ചുള്ള വിവരണമുണ്ട്. 27:57 മുതൽ 61 വരെ, മർക്കോസ് 15:42 മുതൽ 47 വരെ, ലൂക്കോസ് 23:50 മുതൽ 56 വരെ, യോഹന്നാൻ 19:38 മുതൽ 42 വരെ. ആരാണ് യേശുവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്? അരിമത്യക്കാരൻ. കൂടാരെല്ലാം യായിറോസ്, നിക്കോദീമോസ്. നിക്കോദീമോസ്. തെറ്റുപറ്റിയാലൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ പെട്ടെന്ന് ഒരു ആവേശത്തിൽ പറയുമ്പോൾ തെറ്റുപറ്റിയതാ. പറഞ്ഞ ആളിന് ഇത് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല. നിക്കോദീമോസ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 50 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ ഒന്ന് വായിച്ചോട്ടെ. യായിറോസ് എന്ന് വായിച്ച ആളെന്ന് വായിച്ചേ. 50 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ ആരാന്ന് നോക്കട്ടെ. ലൂക്കോസ് ആണോ സാർ പറഞ്ഞ? ലൂക്കോസ് 23-ന്റെ 50 മുതൽ 56 വരെ. ലൂക്കോസ് 23-ന്റെ 50 മുതൽ 56 വരെ. സാർ ഒന്ന് 23-ന്റെ 56 മുതലോ? 50 മുതൽ 56 വരെ. അരിമത്യ എന്നൊരു യഹൂദ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ ജോസഫ് എന്ന മന്ത്രി, അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലായിരുന്നു. പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞു പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു. അന്ന് ഒരുക്കനാളായിരുന്നു, ശബത്തും ആരംഭിച്ചു. ഗലീലയിൽ നിന്ന് അവനോട് കൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി. സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. ഇവിടെ പറയുകയാണ്, അരിമത്യ എന്നൊരു യഹൂദ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായി യോസഫ് എന്നൊരു മന്ത്രി എന്ന് പറയുമ്പം ആരായിരിക്കും? സന്നിധി സംഘാംഗമാണ്, യഹൂദന്മാരുടെ സന്നിധി സംഘാംഗമാണ്. അല്ലാതെ റോമ ഗവൺമെന്റുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇവനൊരു സന്നിധി സംഘാംഗമായതുകൊണ്ട് ഇവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും ഒക്കെ അവനെതിരായിരുന്നു. സന്നിധി സംഘം കൂടി യേശുവിനെ അന്യായമായി വിചാരണ ചെയ്തപ്പോൾ യോസഫ് അതിനെ അനുകൂലിച്ചിരുന്നില്ല. അരിമത്യക്കാരനായ യോസഫിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ചില പ്രതിപാദനങ്ങൾ ഞാൻ ഇവിടെ കാണിക്കുകയാണ്. ഒന്ന്, അവൻ ധനവാനായിരുന്നു, യേശുവിന്റെ ശിഷ്യനായിരുന്നു. 27:57 ധനവാനായിരുന്നു, യേശുവിന്റെ ശിഷ്യനായിരുന്നു. 2, അവൻ ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനുമായിരുന്നു. മർക്കോസ് 15:42-43 വാക്യങ്ങൾ. 3, നല്ലവനും നീതിമാനുമായ ഒരു മന്ത്രി, അതായത് സന്നദ്ധ സംഘാംഗമായിരുന്നു. യേശുവിന് വിരോധമായി യഹൂദന്മാരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലമല്ലായിരുന്നു. ലൂക്കോസ് 23:50-51 വാക്യങ്ങൾ ഇപ്പോൾ നമ്മൾ വായിച്ചത്. 4, യെരുശലേമിനെ എന്റെ വീണ്ടെടുപ്പ് കാത്തിരിക്കുന്നവരുടെ സമൂഹത്തിൽപ്പെട്ടവനായിരുന്നു. മർക്കോസ് 15:43. ആ സമൂഹത്തിലുള്ള ചിലരെ നമ്മൾ ലൂക്കോസ് 2-ാം അധ്യായത്തിലും കാണുന്നുണ്ട്. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരിക്കുന്നവരുടെ സമൂഹത്തിൽപ്പെട്ടവനായിരുന്നു. ഇത് അരിമത്യയിലെ യോസഫിനെ കുറിച്ചുള്ള ചില പ്രതിപാദനങ്ങൾ വിവിധ സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. നോട്ട് ചെയ്യുക. അവനോട് കൂടെ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാനിൽ മാത്രമേ നമ്മൾ നിക്കോദിമോസിനെ കാണുന്നുള്ളൂ. നിക്കോദിമോസ് ബൈബിളിൽ കാണുന്ന 2 മാത്രമേ. യോഹന്നാന്റെ സുവിശേഷം എവിടൊക്കെയാണ്? 3-ാം അധ്യായത്തിലും പിന്നെ 19-ാം അധ്യായത്തിലും. എവിടെയാണ് 3-ാം അധ്യായം? 2 മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. 38 മുതൽ 42 വരെ. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യയിലെ യോസഫ് യേശുവിന്റെ ശരീരം എടുത്തു കൊണ്ടുപോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കിയാൽ
അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദിമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ടും കൊണ്ടുവന്നു. അവർ യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടു കൂടെ ശീല പൊതിഞ്ഞു കെട്ടി. അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപം ആകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. നോക്കുക, അവിടെ നമ്മൾ നിക്കോദിമോസിനെ കാണുന്നു. നിക്കോദിമോസിനെ കുറിച്ച് ചില പ്രതിപാദനങ്ങൾ. പരീശന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രമാണി, അതായത് അവനും ഒരു സന്നിധി സംഘാംഗമായിരുന്നു. അരിമത്തയിലെ യോസഫിനെ പോലെ ഒരു സന്നിധി സംഘാംഗമായിരുന്നു. യഹൂദന്മാരുടെ ഒരു റബ്ബി ആയിരുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. നീയും റബ്ബി ആയിരിക്കുന്നുവല്ലോ എന്ന് കർത്താവ് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. കൂടാതെ നീതിബോധമുള്ള നല്ല ഒരു പരീക്ഷനായിരുന്നു. നീതിബോധമുള്ള നല്ല ഒരു പരീക്ഷനായിരുന്നു. അതിന്റെ ഉദാഹരണം നിങ്ങൾ ആ വാക്യം നോക്കിയാൽ യോഹന്നാൻ 7:45 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിക്കോദിമോസ് ഭൂരിപക്ഷ അഭിപ്രായത്തിന് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്റെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം തന്റെ അഭിപ്രായം പ്രസ്താവിക്കുവാൻ ധൈര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. നീതിബോധമുള്ള നല്ല ഒരു പരീക്ഷനായിരുന്നു. നിക്കോദിമോസിനെ പറ്റി നമുക്ക് ഗ്രഹിക്കുവാൻ കാണുന്ന ആ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ 3 തവണ എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാവുമല്ലോ. 19-ാം അധ്യായത്തിൽ കാണുന്നു. 7-ാം അധ്യായത്തിൽ, അതെ 7-ാം അധ്യായത്തിൽ കാണാം. അപ്പൊ 3-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിക്കോദിമോസിനെ പറ്റി പറയുന്നുണ്ട്. 3 പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 57 മുതൽ 60 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും യേശുവിനെ ഭൗതികശരീരം അടക്കം ചെയ്തത് സംബന്ധിച്ച് പറയുന്നത്. സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ വന്ന് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുപ്പാൻ കൽപ്പിച്ചു. യോസഫ് ശരീരമെടുത്തു, നിർമ്മലശീലയിൽ പൊതിഞ്ഞു, താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. അരിമത്യ എന്നൊരു യഹൂദ്യ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ധനവാനും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനുമായ യോസഫ് എന്നൊരു മന്ത്രി, അവൻ യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ യേശുവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുവാൻ മുൻകൈ എടുക്കുന്നു. യോസഫ് യഹൂദന്മാരുടെ സന്നദ്ധി സംഘത്തിലെ ഒരു പ്രമുഖനായിരുന്നു. അതുകൊണ്ടാണ് മലയാള പരിഭാഷയിൽ അവനെ പറ്റി ഒരു മന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ സന്നദ്ധി സംഘം കൂടി യേശുവിനെ ക്രൂശിക്കുവാൻ തീരുമാനിച്ചപ്പോൾ യോസഫ് അവരുടെ തീരുമാനത്തെ അനുകൂലിച്ചിരുന്നില്ല. അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലായിരുന്നു. യോസഫ് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൽപ്പിച്ചു. അവരുടെ സന്നദ്ധി സംഘത്തിലെ മറ്റൊരംഗമായിരുന്ന നിക്കോദിമോസ് ഏകദേശം 100 റാത്തൽ മൂറും അകലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്ന് യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ നിർമ്മലശീലയിൽ പൊതിഞ്ഞ് യോസഫ് പാറയിൽ വെട്ടിവെച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് പോയി എന്ന് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 27 മത്തായി 27 62 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട്. മത്തായി 27 62 മുതൽ 66. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുവിൻ എന്ന് പറഞ്ഞു. അവൻ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. നോക്കുക, ഞാൻ അതിനെ ആവർത്തിക്കുന്നില്ല. എന്നാൽ റോമ പടയാളികളെ ഭ്രമിപ്പിച്ചുകൊണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ മുദ്ര പൊട്ടിച്ചുകൊണ്ട്
യേശു താൻ അരളി ചെയ്തതുപോലെ മൂന്നാം നാൾ തന്നെ ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ ഉയർപ്പും സ്വർഗാരോഹണവും സംബന്ധിച്ചാണ് ഇനി തുടർന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഉയർപ്പും സ്വർഗാരോഹണവും സംബന്ധിച്ച് നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ജെ ജോൺ എന്നും പറഞ്ഞൊരു പ്രീച്ചർ വളരെ സരസമായി മെസ്സേജസ് ഒക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ചില റീൽസ് ഒക്കെ കാണാറുണ്ട്. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് കണ്ടാണ്. നിങ്ങളൊരു വഴി ഇങ്ങനെ നടന്നു പോകുന്നു. വഴിയുടെ ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ വഴി രണ്ടായിട്ട് പിരിയുകയാണ്. ഒന്ന് ഇടത്തോട്ട് പോകുന്നു, ഒന്ന് വലത്തോട്ട് പോകുന്നു. അവിടെ 2 പേർ കിടക്കുന്നു. ഒരാൾ മരിച്ചു കിടക്കുന്നു, മറ്റേയാൾ ജീവനുള്ളതാണ്. നിങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള വഴി ആരോട് ചോദിക്കും? അദ്ദേഹം ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ആരോട് ചോദിക്കും? നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ലോകത്തിലെ മഹാന്മാരെല്ലാം, വലിയ മഹാനായിരുന്ന അലക്സാണ്ടർ മരിച്ചു, തത്വജ്ഞാനിയായിരുന്ന സോക്രട്ടീസ് മരിച്ചു, ബുദ്ധിരാക്ഷസനായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ മരിച്ചു, മനുഷ്യ സ്നേഹിയായിരുന്ന മദർ തെരേസ മരിച്ചു. അവരൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. അവരാരും വർത്തമാനകാലത്തിൽ ജീവിച്ചിരിപ്പില്ല. എന്നാൽ യേശു ഉയർപ്പിച്ച ലാസറും മരിച്ചു. യേശുവിനെ പ്രസവിച്ച കൃപ ലഭിച്ച മറിയയും മരിച്ചു. കൃപ നിറഞ്ഞവളെന്ന് കത്തോലിക്കർ പറയും കേട്ടോ. അത് ഭയങ്കര എററാണ്. കൃപ നിറഞ്ഞവളല്ല, കൃപ ലഭിച്ചവളാ. കൃപ നിറഞ്ഞവൻ ദൈവം മാത്രമാണ്. അവന്റെ നിറവിൽ നിന്നാണ് നമുക്ക് കൃപമേൽ കൃപ പ്രാപിക്കുന്നത്. പിശാച് ഈ ചെറിയ വാക്കുകളിലൊക്കെ കൊണ്ടുവന്ന് ചെറിയ പരിപാടി ഒപ്പിച്ചിട്ട് വെച്ച് പോകും. നമ്മളത് ശ്രദ്ധിക്കത്തില്ല. മറിയ കൃപ ലഭിച്ചവളെ നിനക്ക് വന്നണമെന്നാ പറഞ്ഞു. അപ്പൊ യേശു ഉയർപ്പിച്ചവരും മരിച്ചു, മഹാന്മാരെല്ലാം മരിച്ചു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, മരിച്ചവരും മൗനതയിൽ ഇറങ്ങി വരാനും യഹോവയെ സ്തുതിക്കുന്നില്ല. 15 വാക്യമാണ്. നിദ്ര കൊള്ളുന്ന വിശുദ്ധന്മാർ പോലും, അത് പൗലോസ് ആയിക്കോട്ടെ, പത്രോസ് ആയിക്കോട്ടെ, കൃപ ലഭിച്ച മറിയ ആയിക്കോട്ടെ, അവരാരും വർത്തമാന കാലത്തിൽ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ മരിച്ച് അടക്കപ്പെട്ടുവെങ്കിലും മരണപാശങ്ങളെ അഴിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശു ചരിത്ര പുരുഷനായി അസ്തമിക്കുകയായിരുന്നില്ല. യേശു ഒരു ചരിത്ര പുരുഷനായി അസ്തമിക്കുകയല്ല. യേശു വർത്തമാനകാലത്തിലും ജീവിക്കുന്നവനായിരിക്കുന്നു. നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ 23-24 വാക്യങ്ങൾ. വായിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വായിച്ചില്ല. ഇനിയുള്ള വാക്യങ്ങളെല്ലാം ഞാൻ തന്നെ. യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, യേശു ബലഹീനനായതുകൊണ്ട് യേശുവിനെ കുറെ പേർ പിടിച്ചു അങ്ങ് കയ്യേറ്റം ചെയ്തതല്ല. ദൈവത്തിന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് അവനെ അധർമ്മികളുടെ കയ്യാൽ തർപ്പിച്ചു കൊന്നു. എന്നാൽ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ 3-4 വാക്യങ്ങൾ പറയുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി.
യഹൂദന്മാർ യേശുവിനെ ക്രൂശിച്ചു. എന്നാൽ യേശുവിന്റെ മരണം ഒരു യാദൃച്ഛിക സംഭവമായിരുന്നില്ല. യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചത് കൊണ്ടാണ് യഹൂദന്മാർക്ക് അവനെ ക്രൂശിൽ തറച്ചു കൊല്ലുവാൻ കഴിഞ്ഞത്. തിരുവെഴുത്തുകളിൻ പ്രകാരം മുന്നറിയിച്ചിരുന്നത് പോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു. എന്നാൽ യേശു പാപമില്ലാത്ത പരിശുദ്ധനായിരുന്നത് കൊണ്ട് മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം പല സന്ദർഭങ്ങളിൽ യേശു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യേശു അവരോട് സംസാരിക്കുകയും അവർ അവനെ സ്പർശിക്കുകയും ചെയ്തു. യേശു അവരോട് കൂടെ ഭക്ഷണം കഴിച്ചു. ഏറ്റവും ഒടുവിൽ അവർ കാണുക യേശു സ്വർഗാരോഹണം ചെയ്തു. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും പ്രത്യക്ഷതയും സംബന്ധിച്ച് റെഫറൻസ് ചെയ്യാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നു. മത്തായി 28:1 മുതൽ 20 വരെ, മർക്കോസ് 16:1 മുതൽ 18 വരെ, ലൂക്കോസ് 24:1 മുതൽ 53 വരെ, യോഹന്നാൻ 20:1 മുതൽ 21:25 വരെ, 20:1 മുതൽ 21:25 വരെ. ഈ സുവിശേഷ ഭാഗങ്ങളിൽ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും പ്രത്യക്ഷതയെയും പറ്റി പറയുന്നുണ്ട്. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ഇന്ന് നമ്മൾ ഞായറെന്ന് പറയുന്ന 1-ാം നാൾ, അത് രാവിലെ മുതൽ ഉയർത്തെഴുന്നേറ്റ യേശു പ്രത്യക്ഷനാകുവാൻ തുടങ്ങി. സുവിശേഷങ്ങളിലും അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിലും ലേഖനങ്ങളിലും ഉയർത്തെഴുന്നേൽപ്പിന്റെയും പ്രത്യക്ഷതയുടെയും വിവരണം ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെയും പ്രത്യക്ഷതയുടെയും ഒരു ക്രമീകൃതമായ വിവരണം നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ സ്ക്രീൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. 3 സ്ക്രീൻ മാറി മാറി വരും. എല്ലാം കൂടെ ഒരിടത്ത് കാണിക്കാൻ ഒക്കാത്തതുകൊണ്ട് ഇത് നോക്കുക. അത് രാവിലെ മഗ്ദലക്കാരത്ത് മറിയ, യാക്കോബിന്റെ അമ്മ മറിയ, സബദിയുടെ ഭാര്യ ശലോമയും തങ്ങൾ ഒരുക്കിയ സുഗന്ധവർഗവുമായി യേശുവിനെ വെച്ചിരുന്ന കല്ലറവാതിക്കലെത്തി. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ചു മരിച്ചവരെ പോലെയായി. 3-ാമത് നാം കാണുന്നത് കല്ലുരുട്ടി നീക്കിയത് സ്ത്രീകൾ കണ്ടു. വിവരം അപ്പോസ്തലന്മാരെ അറിയിക്കുവാൻ മഗ്ദലക്കാരത്തി മറിയ ഓടിപ്പോവുകയാണ്. മറ്റേ സ്ത്രീകൾ, അതായത് യാക്കോബിന്റെ അമ്മ മറിയയും സബദിയുടെ ഭാര്യ ശലോമയും, ആ സ്ത്രീകൾ കല്ലറയ്ക്കുള്ളിൽ കടന്നു. ഒഴിഞ്ഞ കല്ലറയിൽ ഒരു ദൂതനെ കാണുന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെയില്ല. അവനെ വെച്ച സ്ഥലം ഇതാ. നിങ്ങൾ പോയ എന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറയുവിൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണുമെന്ന് എന്ന് പറഞ്ഞു. തുടർന്ന് യോഹന്നെയും മറ്റു ചില സ്ത്രീകളും കല്ലറയ്ക്കൽ വരുന്നത് 24-ാം അധ്യായം, ലൂക്കോസ് 24:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു. അവരകത്ത് കിടന്നപ്പോൾ 2 ദൂതന്മാർ അവരോട് സംസാരിച്ച് യേശു ഉയർത്തെഴുന്നേറ്റ് വിവരം അറിയിക്കുന്നു. ഈ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ അടുത്തതിലേക്ക് പോവാം, തുറന്നുള്ള ഭാഗത്തേക്ക് പോവാം. നോട്ട് ചെയ്യുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്തെന്നുണ്ടെങ്കിൽ ഓക്കെ. യോഹന്നാൻ 20:2 മുതൽ 10 വരെ, മഗ്ദലക്കാരത്തി മറിയ അറിയിച്ച വാർത്ത കേട്ട് പത്രോസ് യോഹന്നാനും കല്ലറയിലേക്ക് ഓടിയെത്തുന്നു. അവരകത്ത് കിടന്ന് കല്ലറ ഒഴിഞ്ഞിരിക്കുന്നതും യേശുവിനെ ചുറ്റിയിരിക്കുന്ന ശീലകൾ വേറിട്ട് ചുരുട്ടി വെച്ചിരിക്കുന്നതും കാണുന്നു. ഇതുവരെ ആരും യേശുവിനെ കണ്ടിട്ടില്ല. ദൂതന്മാരെയൊക്കെ കണ്ടതേ ഉള്ളൂ. എന്നാൽ മർക്കോസ് 16:9 മുതൽ യോഹന്നാൻ 20:11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും നാം കാണുന്നു. മഗ്ദലക്കാരത്തി മറിയ മടങ്ങി വന്ന് ആദ്യം കല്ലറയ്ക്കുള്ളിൽ ദൂതന്മാരെ കാണുന്നു. തുറന്ന് യേശു അവൾക്ക് പ്രത്യക്ഷനാകുന്നു. ഇത് ആദ്യത്തെ പ്രത്യക്ഷതയാണ്. യേശുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷത മറിയക്കാണ്. മഗ്ദലക്കാരത്തി മറിയ ആരാന്നറിയാമല്ലോ അല്ലേ?
മഗ്ദലക്കാരത്തി മറിയ ആരാണ്? 7 ഭൂതങ്ങൾ വിട്ടു. 7 ഭൂതങ്ങളെ പുറത്താക്കിയ ആ സ്ത്രീയാണ്. എന്തോ വേറെ ആരോ സ്വച്ഛജടമാംസം ഷിമോന്റെ വീട്ടിലെ ആ മറിയ അല്ലല്ലോ സഹോദര. ഇത് ഷിമോന്റെ വീട്ടിൽ ആരായിരുന്നു? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഷിമോന്റെ വീട്ടിൽ കാണുന്ന ആ മറിയ എന്ന് പറയുന്നത് നമ്മുടെ ലാസറിന്റെ സഹോദരി മറിയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു പാവനിയായ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. അത് മഗ്ദലക്കാരത്തി മറിയ അല്ല. അത് ഞാനത് ചോദിക്കാൻ മറിയ ആരാന്ന് ചോദിക്കാൻ കാരണം ചിലർ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീയാണ് എന്ന് പറഞ്ഞ് മറിയെ പറ്റി പറയാറുണ്ട്. അതല്ല, മറിയെ പറ്റി അങ്ങനെ എങ്ങും പറഞ്ഞിട്ടില്ല. മഗ്ദലക്കാരത്തി മറിയ എന്ന് പറയുന്നത് 7 ഭൂതങ്ങളെ പുറത്താക്കിയ മറിയ. ഓക്കെ, എനിവേ ആ മറിയയ്ക്ക് യേശു ആദ്യം പ്രത്യക്ഷനാകുന്നു. അവളെ റബ്ബൂനി എന്ന് വിളിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ യേശു പറയുന്നത്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല. റബ്ബൂനി എന്നുള്ളത് റബ്ബി എന്ന വാക്കിന്റെ ഒരു ആഴമായ സ്നേഹത്തിൽ വിളിക്കുന്ന ഒരു അരമായിക് പദമാണ്. റബ്ബി, ഗുരു എന്നുള്ളത് സ്നേഹപൂർവ്വം റബ്ബൂനി എന്ന് വിളിക്കുന്നു. മറിയ തനിക്ക് ഏറെ സ്വന്തമെന്ന് കരുതി യേശുവിനെ ആഴമേറിയ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും റബ്ബൂനി എന്ന് വിളിച്ചതായി കാണുന്നുണ്ട്. മറ്റൊരിടത്ത് മർക്കോസ് 10:51 റബ്ബൂനി എന്നുള്ള പദം നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീകൾ കല്ലറയിൽ നിന്ന് മടങ്ങുമ്പോൾ യേശു അവരെ എതിരേറ്റു. നോക്കുക, മറിയ കണ്ടതിന് ശേഷം മറ്റേ സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. നിങ്ങൾക്ക് വന്ദനമെന്ന് പറഞ്ഞു. അവരടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ചു, അവനെ നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ, അവർ അവിടെ എന്നെ കാണുമെന്ന് പറഞ്ഞു. അടുത്ത സ്ക്രീനിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം, ഇതുവരെ പറഞ്ഞ കാര്യങ്ങള് എല്ലാം നടക്കുന്നത് ആ ഉയർപ്പിന്റെ ആ ദിവസം തന്നെയാണ്. ഇനി തുറന്ന് നമ്മൾ കാണുന്നത് ഈ സ്ക്രീനും കൂടെ മർക്കോസ് 16:10 മുതൽ 11 വരെ, ലൂക്കോസ് 24:8 മുതൽ 11 വരെ, അതും ഉയർപ്പിന്റെ ആ ഞായറാഴ്ച തന്നെ നടക്കുന്നതാണ്. സ്ത്രീകൾ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് തങ്ങൾ കണ്ടത് കേട്ട വിവരങ്ങൾ അറിയിക്കുന്നു. ശിഷ്യന്മാർക്ക് വിശ്വാസം വരുന്നില്ല. അതിനിടയിലാണ് യെരുശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നത്. തുടർന്ന് ഷീമോൻ പത്രോസിന് പ്രത്യക്ഷനായി. ലൂക്കോസ് 23:34 പറയുന്നു ആ കാര്യം. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിലും പറയുന്നുണ്ട് കേഫാവിന് പ്രത്യക്ഷനായി എന്നുള്ള കാര്യം. തുടർന്ന് എമ്മൂസിൽ നിന്നുള്ള ശിഷ്യന്മാരും പത്രോസ് യെരുശലേമിൽ മറ്റു ശിഷ്യന്മാരോട് യേശു തങ്ങൾക്ക് പ്രത്യക്ഷനായ വിവരം വിവരിച്ചു. എന്നാൽ അവർ കേട്ടത് അവർ പറഞ്ഞത് വിശ്വസിക്കുവാൻ അവർക്ക് മനസ്സായില്ല. നേരം വൈകിയപ്പോൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ തന്നെ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി. നിങ്ങൾക്ക് സമാധാനം, ഷാലോം അലേഖം. എബ്രായ ഭാഷയിൽ ഷാലോം അലേഖം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം. എബ്രായ ഭാഷയിൽ വന്ദനം ചെയ്യുന്ന ശൈലിയാണ്. അറബിക്കിൽ സലാം അലൈക്കും എന്ന് പറയുന്നത് അതാണോ അർത്ഥമെന്ന് എനിക്കറിയില്ല. എബ്രായ ഭാഷയിൽ ഷാലോം അലേഖം എന്ന് പറഞ്ഞാണ് വന്ദനം ചെയ്യുന്നത്. നിങ്ങൾക്ക് വന്ദനം, നിങ്ങൾക്ക് സമാധാനം. യേശു തന്റെ കൈയും വിലാപ്പുറവും അവരെ കാണിക്കുന്നു. അവർ കൊടുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നു. തോമസ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തോമസ് യേശു അവർക്ക് പ്രത്യക്ഷനായെന്നുള്ള വാർത്ത അവിശ്വസിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ, ഇതുവരെ പറഞ്ഞ സംഭവങ്ങളെല്ലാം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ ഉയർപ്പിന്റെ ആ ദിവസം തന്നെ യെരുശലേമിൽ വെച്ച് നടന്നതാണ്. ഇനി തുറന്നു കാണിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞ് സംഭവിച്ച കാര്യങ്ങളും മറ്റുമാണ് ഇനി പറയാൻ പോകുന്നത്. ഇത്രയും നോട്ട് ചെയ്തെന്ന് കരുതുന്നു. നോട്ട് ചെയ്തോ തോമസ് കുട്ടി പാസ്റ്ററെ? നോട്ട് ചെയ്തോ? സ്ക്രീൻഷോട്ട് എടുത്തു. ഓക്കെ, അതേ പറ്റുള്ളൂ. അതെ. അടുത്തത്, ഒരാഴ്ച കഴിഞ്ഞ് തോമസ് ഉൾപ്പെടെയുള്ള 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഇതും യെരുശലേമിലാണ് സംഭവിച്ചത്. ഇത് ഒരാഴ്ച കഴിഞ്ഞാണ്. ഗലീല കടൽക്കരയിൽ വെച്ച് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, തോമസ്, നഥനയേൽ, ഇവരെ കൂടാതെ പേര് പറയാത്ത 2 പേർ, 7 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 7 പേര് അവർ മീൻ പിടിക്കാൻ പോയി. അവർക്ക് ഗലീല കടൽക്കരയിൽ വെച്ച് പ്രത്യക്ഷനാകുന്നു. മത്തായി 28, മർക്കോസ് 16,
അധ്യായങ്ങളിൽ ചില നാളുകൾക്ക് ശേഷം ഗലീലയിൽ യേശു തങ്ങളോട് പോകുവാൻ കൽപ്പിച്ചിരുന്ന മലമേൽ വെച്ച് 11 ശിഷ്യന്മാർക്കും യേശു പ്രത്യക്ഷനായി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലർ സംശയിച്ചു. യേശു അടുത്ത് ചെന്നിട്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. വീണ്ടും 1 കൊരിന്ത്യർ 15:6 പറയുന്നു, ചില നാളുകൾക്ക് ശേഷം 500-ലധികം പേർക്ക് യേശു പ്രത്യക്ഷനായി. അത് എവിടെ വെച്ചെന്ന് സ്ഥലം പറഞ്ഞിരുന്നില്ല. 1 കൊരിന്ത്യർ 15:7 പറയുന്നു, പിന്നെ യേശുവിന്റെ സഹോദരനായിരുന്ന യാക്കോബിന് പ്രത്യക്ഷനായി. ഇത്രയും പ്രത്യക്ഷതകളുടെ വിവരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഓർഡറിൽ എല്ലാ സുവിശേഷങ്ങളിൽ നിന്നുമുള്ളത് തിരഞ്ഞെടുത്ത് പിടിച്ച് ക്രമീകരിച്ച് കാട്ടിത്തന്നിരിക്കുന്നതാണ്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധയോടെ നിർത്തി ഒന്ന് വായിച്ച് പഠിക്കുക ക്രമമായിട്ട്. അല്ലെങ്കിൽ കുറെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ക്രമത്തിൽ ഒന്ന്, കാരണം ബൈബിളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മിക്സ് ആയിട്ട് കിടക്കുന്നത്. പല സുവിശേഷങ്ങളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും എല്ലാം എടുത്ത ഒരു ക്രമത്തിലാക്കിയിരിക്കുന്നതാണ്. ദൈവം അനുവദിച്ചാൽ നാളെ ഞാനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. നാളത്തെ ക്ലാസ് കൊണ്ട് മിക്കവാറും നമ്മുടെ ഈ സെമസ്റ്ററിലെ എൻ്റെ ക്ലാസ് കഴിയും. പിന്നെ റിവിഷൻ ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ. നാളെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പറ്റി ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് സ്വർഗാരോഹണം തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ അതിന്റെ പ്രസക്തി, ഉയർപ്പിന്റെ പ്രസക്തി, സ്വർഗാരോഹണത്തിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാളത്തെ ക്ലാസ് ദൈവം അനുവദിച്ചാൽ തീർക്കാം. എൻ്റെ ആഗ്രഹമായിരുന്നു ഈ മാസം എന്നോടുകൂടി തന്നെ ഇത് തീർക്കണമെന്നുള്ളത്. ദൈവം അനുവദിച്ചാൽ പിന്നെ 2-3 ആഴ്ചകൾ റിവിഷൻ എടുക്കും. റിവിഷൻ കഴിഞ്ഞാൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമ്മുടെ പരീക്ഷ ഈ ഡിസംബർ മാസം അവസാനത്തെ ആഴ്ചയിൽ ഉണ്ടായിരിക്കും. പരീക്ഷയുടെ തീയതി ഞങ്ങൾ ഫാക്കൽറ്റി മീറ്റിംഗ് കൂടി ഒന്ന് കൺഫേം ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കും. അത് പിന്നെ മത്തായി സാറുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്ലൈഡ് ഒന്നോടൊന്ന് ആദ്യമായിട്ട് ഇതൊന്ന് കാണിക്കുമോ സാറേ? ഓർഡർ സ്ക്രീൻഷോട്ട് എടുത്തു, പക്ഷെ അതിന്റെ ഓർഡർ പറ്റുമോ? ആദ്യം തൊട്ടുള്ള ഓക്കെ. ഓക്കെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സാറേ, ഒരു ചെറിയ സംശയം ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചു. ഈ യേശു കല്ലറയിൽ 3 ദിവസം ഇരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ സംശയം ഉണ്ടാകും. വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടു, ഞായറാഴ്ച ഉയർത്തു എന്ന് പറയുമ്പോൾ 2 രാത്രിയെ നമ്മൾ കാണുന്നുള്ളൂ. അതിനെപ്പറ്റിയൊക്കെ പല വ്യാഖ്യാനങ്ങളുണ്ട്. അതൊരു സ്പെസിഫിക് ആയിട്ട് ഒരു കൃത്യമായിട്ട് ഉത്തരം തരാൻ ഞാനും പ്രാപ്തനല്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഓക്കെ, നമുക്ക് കഴിയാത്തൊരു കാര്യം നമ്മൾ പരിശ്രമിക്കേണ്ട കാര്യമല്ലല്ലോ. അത് ചില വ്യാഖ്യാനങ്ങളൊക്കെ ചിലരൊക്കെ പറയുന്നത് വ്യാഴാഴ്ചയാണ് ക്രൂശിക്കപ്പെട്ടതെന്നൊക്കെ പറയുന്ന ചില വ്യാഖ്യാനങ്ങളൊക്കെ ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടും വായിച്ചിട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും അത്ര ബൈബിളിലെ വാക്കുകളുമായിട്ട് ചേർന്ന് ലോജിക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് യോന മത്സ്യത്തിന്റെ വായിൽ ഇരുന്നത് പോലെ 3 രാവും പോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അത് ഏത് രീതിയിലാണെന്നുള്ളത് അതൊക്കെ നമുക്ക് ചില കാര്യങ്ങളുടെ ക്ലാരിറ്റി നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് വ്യക്തത വരത്തുള്ളൂ. നമുക്ക് ഏതായാലും ഒന്നറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി ജഡമെടുത്ത് ഈ ഭൂമിയിൽ വന്നു. കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷക്കാലം പരസ്യ ശുശ്രൂഷ ചെയ്തു. യേശു ക്രിസ്തു നമുക്ക് പകരമായി പ്രായശ്ചിത്ത യാഗമായി തീർന്നു. യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ഇന്നും ജീവിക്കുന്നു. നമ്മുടെ നമ്മെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് എത്രയും വേഗം മടങ്ങി വരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുക. ബാക്കി അറിയാത്ത കാര്യം എനിക്കറിയാം. ചില വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്ന രീതിയിലേക്കൊക്കെ പോകാൻ പരിശ്രമിച്ചാൽ പക്ഷെ അതൊക്കെ ഇല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിന് പരിശ്രമിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസം ശബത്ത് നാളിന് തലേനാൾ ക്രൂശിക്കപ്പെട്ടു, ഒരു ഞായറാഴ്ച അതിരാവിലെ ഉയർത്തെഴുന്നേറ്റു എന്നാണ്. ബാക്കിയുള്ളത് എങ്ങനെയാണ് അതിന്റെ ലിങ്ക് ആകുന്നതെന്ന് പറയുവാൻ അറിയാത്ത കാര്യം എന്തിനാ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ആക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിച്ചോട്ടെ, സമയദൈർഘ്യം വ്യത്യാസമാണോ? എന്തോ അവിടുത്തെ സമയദൈർഘ്യം വ്യത്യാസമാണോ എന്ന് ചോദിക്കുക. അല്ല, സമയം അവിടുത്തെ ഇവിടുത്തെ വ്യത്യാസമായാലും ശരി, എന്തോ ദിവസങ്ങളുടെ കണക്കല്ലേ പറഞ്ഞിരിക്കുന്നത്.
അതെ. ശരി. ഞാൻ മണിക്കൂറുകൾ വെച്ച് ഞാൻ രണ്ട് പറഞ്ഞില്ലേ, ശബത്ത് രണ്ട് ശബത്തുണ്ടായിരുന്നൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് രണ്ട് ശബത്തോ? വലിയ അതെ അതെ അതെ, അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ പറയുന്ന വ്യാഴാഴ്ച, അങ്ങനെ പറഞ്ഞാണ് വ്യാഴാഴ്ചയാണ് ക്രൂശിക്കപ്പെട്ടതെന്നും ഒക്കെ പറഞ്ഞു വരുന്നത്. അപ്പം എനിവേ അതെ, നമുക്കൊരു ഒരു 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 കൃത്യതയില്ലാത്ത ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും എന്നെ തടി രക്ഷി. ഈ നമുക്ക് ഈ അറിയാൻ വയ്യാത്ത കാര്യം നമ്മൾ എന്തെങ്കിലും പറയാൻ പോയാലോ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാലേ, അറിയാവുന്ന കാര്യം പറയുന്നതും കൂടെ വിശ്വസനീയത നഷ്ടപ്പെടും. പ്രാർത്ഥിച്ചാട്ട് ഇവാഞ്ചലിസ്റ്റ് ചന്ദ്രൻ പ്രാർത്ഥിച്ചാട്ട്. വി ചന്ദ്രൻ കേൾക്കുന്നുണ്ടോ? ആളവിടെ ഉണ്ട്. എന്റെ സൗണ്ട് എന്തോ ആട്ടെ. ബിജു അച്ചൻകുട്ടി സൗണ്ട് അൺമ്യൂട്ട് ചെയ്ത സഹോദരൻ പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ സുഖീന്നുള്ള പിതാവേ, രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാത്രി കാലം യേശു ക്രിസ്തുവിന്റെ കർത്താവേ ഹല്ലേലൂയ ക്രൂശീകരണത്തെ കുറിച്ചും സ്വർഗ്ഗാരോഹണത്തെ കുറിച്ചൊക്കെ പഠിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ ദൈവദാസങ്ങൾ കേട്ടതുപോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിനായ യേശു ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, ജഡാവതാരമെടുത്തു. ഹല്ലേലൂയ ഞങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ആ ദൈവത്തിനെ കുറിച്ച് പഠിക്കുവാനിടയാക്കി തീർത്തല്ലോ. ദേവദാസനെ ബലപ്പെടുത്തിയതിനായ സ്തോത്രം. ഇന്ന് രാത്രി കാലം കടന്നു വന്ന എല്ലാ ഹല്ലേലൂയ ഞങ്ങളുടെ ദേവദാസന്മാരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. അവരെല്ലാവരും അനുഗ്രഹിക്കണം. ആരെങ്കിലും ബലഹീനരായിരിക്കുന്നുവെങ്കിൽ അടുപ്പിനുള്ള സൗഖ്യം കൊടുത്ത് അവർക്ക് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വീണ്ടും നാളെ ഞങ്ങൾ കടന്നു വരുന്നവരെയും അവിടുത്തെ സ്ഥാനത്തിൽ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുമാറാകണം. രാത്രികാലം എല്ലാവർക്കും നല്ല വിശ്രമം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനയെ അതിന് കേട്ടിക്കാൻ സ്തോത്രമല്ല, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സാർ.